നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൽ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്താൽ പ്രശ്നമുണ്ടോ എന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. ഹസീബ് കുട്ടനാട് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹാഫ് ക്ലച്ച് യൂസ് ചെയ്ത് എന്തെങ്കിലും രീതിക്ക് ക്ലച്ചിന് ദോഷമുണ്ടോ? ഈ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഹാഫ് ക്ലച്ച് ഓടിക്കാം, അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ എങ്ങനെ വാഹനം നിർത്താൻ സാധിക്കും എന്നൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ വാഹനം വീട്ടിൽ വെച്ച് തന്നെ നമുക്കത് ഓടിച്ച് പഠിക്കുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹാഫ് ക്ലച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ട രീതികൾ പലതുണ്ട്. അതായത് നമ്മളൊരു നല്ല കുത്തനെയുള്ള കയറ്റം കയറുകയാണ്, വാഹനം സ്ലോ മൂവിംഗ് ആണെന്ന് വെച്ചു. അതായത് നമുക്ക് കാണാം ഫ്രണ്ടിലുള്ള വാഹനങ്ങളെല്ലാം നിർത്തി പോരുകയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയി ഹാഫ് ക്ലച്ച് നിർത്തുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് തേഞ്ഞ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഈ തേഞ്ഞ് തീരുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ക്ലച്ച് തെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ക്ലച്ചിനകത്തുള്ള പ്രഷർ പ്ലേറ്റ്, അതായത് ഈ പ്രഷർ പ്ലേറ്റ് ആണ് ക്ലച്ചിനെ ചവിട്ടി, അതായത് നമ്മൾ പതുക്കെ ചവിട്ടുന്ന സമയത്ത് പ്രഷർ പ്ലേറ്റ് തള്ളിയിട്ടാണ് ഈ ക്ലച്ച് ഫ്രീ ആയി നിൽക്കുന്നത്. നമ്മൾ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് പതുക്കെ ചെന്ന് നമ്മുടെ ക്ലച്ചിനെ മുട്ടുകയാണ്. അങ്ങനെ ക്ലച്ചിനെ പതുക്കെ തിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് ക്ലച്ച് നിർത്തും തോറും നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഡിസ്കിന് തേയ്മാനം കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ക്ലച്ച് ഡിസ്കിന് തേയ്മാനം കൂടും. ഈ ക്ലച്ച് ഡിസ്കിൻ്റെ തേയ്മാനം കൂടുന്ന സമയത്ത് അവിടെ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, അതായത് ചൂടുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ചൂടുണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രഷർ പ്ലേറ്റ് കുറച്ചുകൂടെ കട്ടിയാകും. പക്ഷേ ഇതിനകത്ത് അൾട്ടിമേറ്റ് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലച്ച് ടൈറ്റും ഉണ്ടാവും, ക്ലച്ചിന് തേയ്മാനം ഉണ്ടാവും. ഒരുപാട് നേരം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഹാഫ് ക്ലച്ച് താങ്ങി പോവുകയാണെങ്കിൽ. പക്ഷേ നല്ലൊരു സ്ലോ മൂവിങ് ട്രാഫിക് ഉള്ളൊരു കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: ബ്രേക്ക് അപ്ലൈ ചെയ്ത് ന്യൂട്രലോട്ട് മാറ്റിയിടുക. വാഹനം എപ്പം അനങ്ങി തുടങ്ങുന്നു അന്നേരം ഫസ്റ്റ് ഗിയറിലിടുക, പതുക്കെ വാഹനം മുമ്പിലോട്ട് എടുക്കുക, പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, ന്യൂട്രലോട്ട് ഇടുക. ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവും നിങ്ങളുടെ വാഹനത്തിന് വരുന്നതായിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരും, ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ പ്രശ്നം വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലോട്ട് വരുന്നുണ്ട്. ഇതൊരു യൂസ്ഡ് ക്ലച്ചാണ്. ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് കത്തി തീർന്നൊരു ക്ലച്ച്. ഒരു 20,000 കിലോമീറ്റർ ഓടിയ വാഹനത്തിൻ്റെ ക്ലച്ചാണ്. ഏകദേശം ക്ലച്ചിൻ്റെ പുറത്ത് നല്ല രീതിക്ക് കാല് വെച്ച് ഓടിച്ചൊരു കസ്റ്റമറാണ്, നമ്മുടെ ഒരു പേഴ്സണൽ കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലച്ച് ഡിസ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൈറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോർഷനാണ്. ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. ഇതാണ് ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് വന്ന് മാച്ച് ചെയ്യുന്നത്. അതായത് ഇത് ക്ലച്ച് ഡിസ്ക്, ഫ്ലൈ വീല്. അതായത് ഫ്ലൈ വീലിൽ നിന്നുള്ള ഔട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലച്ചിലോട്ട് വരാൻ വേണ്ടി ഈ ക്ലച്ച് ഡിസ്കിൻ്റെ സഹായത്തോടെ ഇതിൽ പിടിച്ചിട്ടാണ് വാഹനം കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, പെട്ടെന്ന് ക്ലച്ച് തീർന്നു പോകും. ക്ലച്ചിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം ചെന്ന് നിങ്ങൾ ഹാഫ് ക്ലച്ച് കുറേ നേരം നിർത്തി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും തീർന്നു കൊടുത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ തന്നെ ഇങ്ങനെ കയറ്റം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരും, ക്ലച്ച് പെട്ടെന്ന് തീരും, പ്രഷർ പ്ലേറ്റ് ഹാർഡാകും. ഇതുപോലത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് റിലീസ് ബെയറിങ്. കണ്ടോ, ഈ കാണുന്നൊരു റിലീസ് ബെയറിങ്ങും ഹീറ്റ് ആകും ഒരുപാട്. ഈ റിലീസ് ബെയറിങ് ഹീറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് ഒരു മൂളിച്ച പോലെ, അതായത് എന്തോ ഒരു വിസിലിംഗ് നോയ്സ് കേൾക്കുന്നത് ഈ റിലീസ് ബെയറിങ് പോകുമ്പോഴാണ്. ഈ റിലീസ് ബെയറിംഗ് ആണ് ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിന്, ഈ ഒരു പ്രഷർ പ്ലേറ്റിനെ ഇങ്ങനെ തള്ളുന്നത്. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് തള്ളുന്നത്. ഈ തള്ളു വരുന്ന സമയത്താണ് ഈ ഫിംഗേഴ്സാണ് പുഷ് ചെയ്തിട്ട് ഇത് പുറകോട്ട് പോരുന്നത്, അതായത് ക്ലച്ച് പുറകോട്ട് പോരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ കൊണ്ടാണ് പോരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഹാഫ് ക്ലച്ച് നിർത്തുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, അങ്ങനെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരുപാട് നേരം നിർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഹാഫ് ക്ലച്ച് നിർത്തരുത്. ന്യൂട്രലിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്.